എല്ലാവർക്കും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാച്ചിൽ വെച്ചിട്ട് ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചോറിൻ്റെയും കഞ്ഞിയുടെയും എല്ലാം കൂട്ടത്തിൽ നല്ല ഒരു കോമ്പിനേഷനാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കാച്ചിൽ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ഫുൾ കാച്ചിലാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ക്യൂബ്സ് ആയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കളർ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കാച്ചിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടിയിലാണ് ഇത് വേവിക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ നാടൻ കറി ആകുമ്പോൾ മൺചട്ടിയിൽ വെക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറി അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനി നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കാച്ചിലൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. ആ ഒരു പരുവത്തിൽ നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ അല്ലി ആയതുകൊണ്ടാണ് 1 അല്ലി എടുത്തത്. ചെറുതാണെങ്കിൽ 2 അല്ലി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതിനി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കാച്ചിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് വെന്ത് വരണം. നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം. അപ്പോൾ ഇനി നമുക്കിത് പകുതി ഒന്ന് ഉടച്ച് ചേർക്കാം. മുഴുവനായിട്ട് ഉടച്ച് ചേർക്കേണ്ട, കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇത് കാച്ചിൽ ഉടച്ചു കറിയെന്ന്, കാച്ചിൽ പെരളൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഈ അരപ്പും കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, ഒരു 1/4 കപ്പ് വെള്ളം മതി. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അരപ്പും കൂടെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ അരപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അരപ്പും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഗ്രേവി കിട്ടാനായിട്ട്. ഇത് കാച്ചിലായതുകൊണ്ട് ഇരുന്ന് കുറച്ചും കൂടെ ഒന്ന് തിക്കായി വരും. അപ്പോൾ ഈ ഒരു ഗ്രേവിയിലായിരിക്കണം ഈ കറി എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കടുകും കൂടെ താളിച്ച് ചേർക്കണം. അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വന്നു കഴിയുമ്പം അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം ഇതിലേക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് തേങ്ങ വേണ്ട, ഒരു 1/4 കപ്പ് തേങ്ങ മതി. അപ്പോൾ ഇത് നമ്മൾ എരിശ്ശേരിക്കൊക്കെ വറുത്ത് ചേർക്കുന്നത് മാതിരി നന്നായിട്ടൊന്ന് വറുത്ത് ചേർക്കണം. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം വേണം നമ്മൾ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ 1/4 കപ്പ് തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. എരിശ്ശേരിക്കൊക്കെ വറുക്കുന്ന അതേ രീതിയിൽ തന്നെ. അപ്പോൾ ഇങ്ങനെ തേങ്ങയും കൂടെ വറുത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറിക്ക്. ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ ഫ്ലേവർ കറിയിലേക്ക് ഒന്ന് ഇറങ്ങട്ടെ. അപ്പോൾ ഇതാ നമ്മളുടെ കാച്ചിൽ ഉടച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഉണ്ടാക്കുവാനും നല്ല എളുപ്പമാണ്. ഇപ്പൊ കാച്ചിലിന്റെ ഒക്കെ സീസൺ ആണല്ലോ. അപ്പോൾ കാച്ചിൽ കിട്ടുന്നവർ ഉറപ്പായിട്ടും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചോറിന്റെയും കഞ്ഞിയുടെയും എല്ലാം കൂട്ടത്തിൽ നല്ല ഒരു കോമ്പിനേഷനാണിത്. കഞ്ഞിയുടെ കോമ്പിനേഷൻ ആയിട്ടുള്ള അസ്ത്രം കറിയുടെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.